ഭാരതാംബ വിവാദം ആളിക്കത്തുമ്പോൾ ദേശീയ പതാകയ്ക്കെതിരെ വിവാദ പരാമർശവുമായി ബി.ജെ.പി. നേതാവ് എൻ ശിവരാജൻ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി ഉപയോഗിക്കണമെന്നാണ് ശിവരാജന്റെ പ്രസ്താവന. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണുന്ന ഹറാമ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേസമയം സർക്കാർ രാജ്ഭവൻ പോരിലെ പ്രതിഷേധത്തിൽ ഉപയോഗിക്കേണ്ട ഭാരതാംബ ചിത്രത്തിൽ പാലക്കാട്ട് ബി.ജെ.പിയിൽ ആശയക്കുഴപ്പവും ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധത്തിൽ കാവിക്കൊടിയുള്ള ഭാരതാംബ ചിത്രവും പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്ററിൽ ദേശീയ പതാക കൂടിയുള്ള ഭാരതാംബ ചിത്രവുമാണ് ഉള്ളത്. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം സംസ്ഥാനമാകെ ആളിപ്പടരുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ബി.ജെ.പി. പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന്റെ പോസ്റ്ററിൽ ദേശീയ പതാകയായിരുന്നു ഭാരതാംബയുടെ കയ്യിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ആ വാർത്ത പരന്നതോടുകൂടി കാവിക്കൊടി തിരിച്ച് പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയാണ് വന്നത്. പക്ഷേ ഇന്ത്യയുടെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു മാപ്പ് നേരത്തെ രാജ്ഭവനിലുള്ള ഭാരതാംബ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതിവിടെയും മിസ്സിംഗ് ആയിരുന്നു. അജിത് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് പാലക്കാട്ടെ വിവരങ്ങളുമായി. അജിത്ത്, ഇപ്പോൾ ദേശീയ പതാക മാറ്റണം എന്നുള്ള കാവിക്കൊടി ആക്കണം എന്നുള്ളതാണ് ശിവരാജന്റെ ആവശ്യം. അത് ബി.ജെ.പിയുടെ പൊതു ആവശ്യമാണോ? ബെന്നിൽ പോത്തൻ, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് പ്രതിഷേധം ഇപ്പോൾ അഞ്ചുവിളക്കിന്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ചൊരു പ്രതിഷേധമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ശിവരാജന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഭവത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ നമുക്കറിയാം ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുള്ള പ്രതികരണമാണ് ഉണ്ടായത്. സമീപകാലത്ത് കേരളത്തിൽ എത്തിച്ചൊരു ബി.ജെ.പി. നേതാവിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ചരിത്രപരമായ പശ്ചാത്തലമുള്ള പ്രതികരണമാണ്. കോൺഗ്രസ് CPM ഒക്കെ കുറെ കാലങ്ങളായി ആരോപിക്കുന്നതാണ് ദേശീയ പതാകക്കാൾ കൂടുതൽ RSS എല്ലാ കാലത്തും പ്രാധാന്യം നൽകുന്നത് കാവി പതാകയ്ക്കാണെന്നുള്ള വിമർശനങ്ങളടക്കം നിലനിൽക്കുന്ന സാഹചര്യമുള്ളതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ബി.ജെ.പി. നേതാവ് തന്നെ, പ്രത്യേകിച്ച് നേരത്തെ ദേശീയ കൗൺസിൽ അംഗമായിരുന്ന പാലക്കാട് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എൻ ശിവരാജന്റെ ഭാഗത്തു നിന്ന് ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം വന്നത്. കാവി പതാക പകരം വരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കോൺഗ്രസ് ആ വിഷയത്തോട് റിയാക്ട് ചെയ്തിരിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം കേസെടുക്കണമെന്നാണ് നിലവിൽ ആവശ്യം. അജിത്ത്, ഇപ്പോൾ കോൺഗ്രസ് എങ്ങോട്ടാണ് പ്രതിഷേധിക്കുന്നത്? ശിവരാജന്റെ പരാമർശം നിയമ പോരാട്ടങ്ങളിലേക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെ വിധേയമാകേണ്ട അല്ലെങ്കിൽ ആകാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണല്ലോ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാരണം നിയമപരമായ നടപടികളടക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള സംവിധാനം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം തന്നെ നോക്കൂ, ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിനോട് കോൺഗ്രസ് റിയാക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെ മറ്റ് സംഘടനകൾ കൂടി പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഗൗരവമായ ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രാഷ്ട്രീയമായ വിമർശനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അധിക്ഷേപപരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനുമെല്ലാം അപ്പുറത്തേക്ക് ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റി അവിടെ കാവിക്കൊടി പകരം വരണമെന്നതാണ് തൻ്റെ അഭിപ്രായം എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ചലനങ്ങൾ അത് കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി കൂട്ടിച്ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഗവർണർ മന്ത്രി പോരുൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ വി ശിവൻകുട്ടി ഉൾപ്പെടെ ആ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ബി.ജെ.പി. നേതാവിൽ നിന്ന് തന്നെ ഇത്രയും ഗുരുതരമായൊരു പരാമർശം ഉണ്ടാകുന്നത്. അതിൽ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഈ കാര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാവ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമായി ഇവിടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാമർശത്തിന് പിന്നാലെ ഇൻസ്റ്റന്റായി കോൺഗ്രസ് ഈ വിഷയത്തോട് റിയാക്ട് ചെയ്തിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഇനി മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യമാണുള്ളത്. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി
സാഹചര്യത്തിലേക്ക് വലിയ അക്കാര്യം തരത്തിലുള്ള മാറിയിരിക്കുന്നു. ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിധത്തിൽ വിവാദമായിട്ടുള്ള ഒരു പരാമർശമാണ് BJP-യുടെ മുൻ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ശിവരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ്. ദേശീയ പതാക ട്രൈ കളർ മാറ്റി കാവിക്കൊടിയാക്കണം എന്നുള്ളതാണ് തന്റെ വ്യക്തിപരമായ ആവശ്യമെന്നാണ് ശിവരാജൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൗണ്ട് ബൈറ്റായി നൽകിയിരിക്കുന്നത്. പാർട്ടി ഇതുവരെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.